എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ SCERT കേരള ഹിസ്റ്ററിയിൽ വരുന്ന ഈ വർഷം 2025 SCERTയുടെ 6ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ലെസൺസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതില് നമ്മൾ എന്ത് ചെയ്തു? ഓൾഡ് SCERT ഫുള്ളായിട്ട് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ടോപ്പിക്ക് കവറേജ് ചെയ്തതെന്തോന്നു. അതേപോലെ 2024 മാറിയ 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ 2025 8ാം ക്ലാസ്സിലെ ഒരു ഫസ്റ്റ് ലെസൺ കിടക്കുന്നുണ്ട്, അധിനിവേശവും ചെറുത്തുനിൽപ്പും. അതിൽ കുറച്ച് ഇന്ത്യൻ ഹിസ്റ്ററി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ലെസൺ ഫുൾ ആയിട്ട് അങ്ങ് എടുത്തു തരാം കേട്ടോ. കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ലെസൺ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കേരള ഹിസ്റ്ററിയിൽ നിന്നും ഒരു PSC ഉദ്യോഗാർത്ഥി, അതായത് റാങ്ക് മേടിക്കണം, ജോലിയിൽ കയറണം എന്ന് ദൃഢനിശ്ചയമുള്ള ഒരു ഉദ്യോഗാർത്ഥി ആണ് നിങ്ങൾ എങ്കിൽ ആ പ്ലേലിസ്റ്റ് എടുക്കുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2025 മുഴുവൻ കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള വിത്ത് അനുബന്ധ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മാരത്തോൺ തന്നെ ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട്. അതും പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള മാർക്ക് എവിടെയും പോലും, കാരണം SCERT അരിച്ചുപെറുക്കി കൈ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, കാരണം പഴയ ഓൾഡ് ഹിസ്റ്ററികളൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കിടക്കുന്നത് കേട്ടോ. മുഴുവനായിട്ടും, അതായത് ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ലെസൺ എടുത്തിട്ട് പെട്ടെന്ന് വായിച്ചു പോകുക. അതിന്റെ ആൻസർ എടുത്തെടുത്ത് പറഞ്ഞു തരാം കേട്ടോ. പുതിയതായിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് കൂടി ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. നോക്കാം. ഇതാണ് ലെസൺ, അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും കേട്ടോ. നിങ്ങൾ ഈ പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിള് എന്താണ് പറയുന്നത്? എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ പറയുന്നത്? യൂറോപ്പിനും ഏഷ്യക്കും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. യൂറോപ്പിനും ഏഷ്യക്കുമാണ് കേട്ടോ. യൂറോപ്പിനും ഏഷ്യക്കും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. കരമാർഗമുള്ള വ്യാപാര ബന്ധത്തിൽ യൂറോപ്പും ഏഷ്യയും തമ്മിൽ ബന്ധപ്പെട്ടിരുന്ന കരമാർഗം ഏതാണ്? ഇതുവഴിയായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1453 തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്ത് തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യരെ എന്ത് ചെയ്തു? നിർബന്ധിതരാകുകയും ചെയ്തു. അങ്ങനെ ഈ കോൺസ്റ്റാന്റിനോപ്പിളൊക്കെ പിടിച്ചെടുത്തു. യൂറോപ്പിനും ഏഷ്യക്കൊന്നും ഇനി എന്തില്ല? വ്യാപാര ബന്ധം തുടരാനുള്ള മാർഗങ്ങൾ അവിടെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അപ്പൊ അങ്ങനെ ഈ യൂറോപ്യൻ ശക്തികൾ എന്ത് ചെയ്യാണ്? പുതിയ വ്യാപാര മാർഗങ്ങളും വാണിജ്യ ബന്ധത്തിനൊക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിൽ വന്ന് പെടുകയാണ് അല്ലേ? അപ്പോ എന്തുകൊണ്ടാണ് അവർ നമ്മുടെ കേരളത്തെ ആശ്രയിക്കാനുള്ള കാരണം? നമ്മുടെ കേരളത്തിൽ യൂറോപ്യർ വന്നു പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ഇത്രയും പോയിന്റ് പഠിച്ചു വെച്ചോ. ഒന്നാമത്തെ പോയിന്റ്, യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. അവർക്ക് അതിൽ എക്സ്പേർട്ടുകളായിരുന്നു. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യർ. വാസ്കോ ഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാർ. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പഴയ SCERT നമ്മൾ പഠിച്ചെടുക്കാറുണ്ട് അല്ലെ? പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി ഏത് എന്ന് വെച്ചാൽ, വിദേശികൾ ആരെ എന്ന് ചോദിച്ചാൽ അറബികളാണ് കേട്ടോ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ ആരെ എന്ന് ചോദിച്ചാൽ എപ്പോഴും ആൻസർ അറബികളാണ്. ഓക്കെ, എങ്കിൽ യൂറോപ്യന്മാർ ആരെ എന്ന് ചോദിക്കുമ്പോഴാണ് ആരെ എഴുതേണ്ടത്? പോർച്ചുഗീസുകാർ എന്ന് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. കടൽ മാർഗമാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. എങ്ങനെയാണ്, എന്താണ് ഇവരെയൊക്കെ ഇവിടെ എത്തിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളത് ഇത്രയും പോയിന്റ് ഇത് ചോദിക്കാത്ത സ്റ്റേറ്റ്മെന്റ് ലെവൽ വരികയാണെങ്കിൽ പഠിച്ചു വെക്കണം. അതേപോലെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം 1453. പഠിച്ചെടുക്കണേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1453 അല്ലേ? 1453 1453
തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോൾ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം തകരാറിലാകുകയും പിന്നീട് പുതിയ പുതിയ മാർഗങ്ങൾ യൂറോപ്യർ എന്ത് ചെയ്യണേ വ്യാപാര ബന്ധത്തിനായിട്ട് തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഇന്ത്യയിൽ എത്തിച്ചേരുകയും ചെയ്തു. ആ ഇന്ത്യയിൽ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഇത്രയും നല്ല എല്ലാ കാര്യങ്ങളിലും ധാരാളം അറിവുള്ള വ്യക്തികളായിരുന്നു അന്ന് യൂറോപ്യര്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര നോക്കാം. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇതിങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 4-5 പോയിന്റ് മാത്രം പുതിയതായിട്ടുള്ളത് എടുത്തതെന്ന് നിങ്ങൾ വിചാരിക്കും. മിസ് ചിലപ്പോ എന്തെങ്കിലും ഒപ്പിച്ചുകൂടി ക്ലാസ് ഇട്ട് തന്നായിരിക്കും. അയ്യോ ഞാൻ ലെസൺ പഠിക്കാതിരുന്ന പിന്നെ എന്താന്ന് പറയുക, നമ്മൾ വേറെയൊക്കെ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും എന്താണ് ഇന്ന് മിസ് എടുത്തു തന്നതിൽ പൂർണ്ണത ഉണ്ടാവുമോ, ഇനി ആ ലെസൺ ബാലൻസ് പഠിക്കാൻ ഉണ്ടാവുമോ എന്നിങ്ങനെ നമ്മുടെ മനസ്സിനെ അലട്ടും. അപ്പൊ നിങ്ങൾക്ക് അത് അങ്ങനെ ഉണ്ടാകണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ലെസൺ തന്നെ ഇങ്ങോട്ട് എടുത്തു തന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം അല്ലെ. 1498 കോഴിക്കോടിന് കാപ്പാടിന് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഈ ഒരു പോയിന്റ് ഒന്ന് ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ. 1498 വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. ഇന്ത്യയിലെ യൂറോപ്യന്മാർ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാമൂതിരി രാജവംശമാണ് അല്ലെ. അവർ കോഴിക്കോട് എത്തിച്ചേരുന്ന സമയത്ത് സാമൂതിരി വംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. ഓക്കെ, അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്ന് ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തുന്ന സമയത്ത് കോഴിക്കോട് സാമൂതിരി രാജവംശം ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കോഴിക്കോടുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഉണ്ടായിരുന്നത് അറബികളായിരുന്നു. അപ്പോൾ അറബികളെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് അല്ലെ പോർച്ചുഗീസുകാർക്ക് എന്ത് ചെയ്യണം, വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യമൊന്നും അംഗീകരിച്ചില്ല, സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ എന്ത് ചെയ്യണം, കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു. ചിലപ്പോൾ ചോദ്യം വരാം കേട്ടോ. കണ്ണൂരിലെ ചിലപ്പോൾ ചോദ്യം എങ്ങനെ വരാം, അറബികളുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കാൻ ഗാമ വ്യാപാര അനുമതി നേടിയെടുത്തത് ആരിൽ നിന്ന് എന്ന് ചോദിച്ചാൽ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന്. കണ്ണൂരിലെ കോലത്തിരി രാജാവ് കേട്ടോ, ഇവിടെ പോയിന്റ് പഠിക്കണേ. കണ്ണൂർ കോലത്തിരി രാജാവ്. ചിലപ്പോൾ സാമൂതിരി എന്നൊക്കെ തരുമ്പോഴേ നമ്മൾ സാമൂതിരിയിലേക്ക് പോകും. അത് കണ്ണൂരിലെ കോലത്തിരി രാജാവ്. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് ഗാമ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത്. അങ്ങനെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതിയൊക്കെ നേടിയെടുത്ത് അദ്ദേഹം ഇങ്ങോട്ട് എത്തിയ ചെലവിന്റെ ഡബിളിലെ 60 ഇരട്ടിലധികം മൂല്യമുള്ള, അതായത് കുരുമുളകാണ് ലക്ഷ്യം അല്ലേ, അത് ശേഖരിച്ചിട്ടാണ് ആൾ ഇവിടുന്ന് സ്ഥലം മുങ്ങിയത്. ഗാമിയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലമാരായിരുന്ന കുഞ്ഞാലി മരിക്കാർ എന്നായിരുന്നു. കുഞ്ഞാലി മരിക്കാർ എത്ര പേരുണ്ടായിരുന്നു? 4 പേരുണ്ടായിരുന്നു അല്ലെ. കുഞ്ഞാലി മരിക്കാർ 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. അതിൽ കുഞ്ഞാലി മരിക്കാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ 4 കുഞ്ഞാലിമാരും അവിടെ ഭരിക്കുന്ന സമയത്ത് പോർച്ചുഗീസുകാർക്കൊന്നും അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ കുഞ്ഞാലി മരിക്കാരുടെ ആധിപത്യ മരണങ്ങൾക്ക് ശേഷം പോർച്ചുഗീസുകാർക്ക് എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള ഭീഷണി ഒന്നും ഉണ്ടായില്ല. അത്രയും ശക്തമായ നേതാക്കളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ഇനി കുഞ്ഞാലി മരിക്കാരെ കൊണ്ട് നോക്കാം. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശത്തെയും സംരക്ഷിച്ചിരുന്ന കുഞ്ഞാലി മരിക്കാർ. കുഞ്ഞാലി മരിക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലച്ചത്. 4 കുഞ്ഞാലിമാരുണ്ട് കേട്ടോ, 4 കുഞ്ഞാലിമാരുണ്ട്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. നമ്മളിതൊക്കെ പഠിച്ചു വന്നതാണ് അല്ലേ. നിങ്ങൾ റിവിഷൻ ചെയ്യുന്നില്ലേ? നിങ്ങൾ റിവിഷൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ റിവിഷൻ ചെയ്താലേ നിങ്ങൾ പഠിച്ചതിന് ഫലം ഉണ്ടാകുകയുള്ളൂ. ചാലിയം കോട്ട പിടിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചാലിയം കോട്ട പിടിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി നാലാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വെച്ചത്. ഇതൊക്കെ പ്രീവിയസ് ആണ്. ഇത് PQ ആണ്, ഇതും PQ ആണ്. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ എവിടെ വെച്ചിട്ടാണ് വെച്ചത്? ഗോവയിൽ വെച്ചിട്ടാണ് വധിച്ചത്. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. അപ്പൊ ഇവിടെ 2 പഠിക്കേണ്ട പോയിന്റ് പഠിക്കാം. കുഞ്ഞാലി മരിക്കാർ 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. ചാലിയം കോട്ട തിരിച്ചു പഠിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. 4-മനെ ഗോവയിൽ വെച്ചിട്ട് വധിച്ചു. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി എന്തൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ? മക്കളെ ഇത് വിട്ട് കളിക്കരുത് കേട്ടോ. കാരണം ഇങ്ങനെ ഈ ഒരു
സ്റ്റെപ്പായിട്ട് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ PSC അവിടെ തൊട്ട് കളിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് മുഴുവൻ എന്താണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ് കേട്ടോ. പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ വെച്ച് നടത്തിയ സംഭാവനകൾ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, PQ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. എവിടെയാണ് മക്കളെ? കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. നമ്മൾ കേട്ടിട്ടില്ലേ ഫ്രഞ്ചുകാരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതാണ്? പോണ്ടിച്ചേരി, മാഹിയിലെ. ഫ്രഞ്ചുകാരുടെ പോണ്ടിച്ചേരി, മാഹി ആണെങ്കിൽ പോർച്ചുഗീസുകാരുടെ ഏതാണ്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസുകാർ ആധിപത്യത്തിന് കീഴിലാക്കി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചത്. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. ഇതൊക്കെ പോർച്ചുഗീസുകാരായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് ഏത്? മാനുവൽ കോട്ട. എവിടെയാണ്? കൊച്ചിയിൽ അല്ലെ. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് കീഴിലാക്കി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം കൊണ്ടുവന്നു. മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഓക്കെയാണോ? ഇനി കർണാട്ടിക് യുദ്ധത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം കർണാട്ടിക് യുദ്ധം നമ്മൾ ആരൊക്കെ പഠിച്ചത്? ഓർമ്മയുടെ അപ്പം പറഞ്ഞില്ലേ ഞാന്? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിലുള്ളത്. എക്സ്ട്രാ അയ്യോ ഇതിൽ ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മക്കളെ പേടിക്കരുത് കേട്ടോ. കർണാട്ടിക് യുദ്ധങ്ങളിൽ ആരൊക്കെയാ മക്കളെ? ഇന്ത്യയിൽ ആരൊക്കെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടത്തിയത്? ഫ്രഞ്ചുകാരും ആരാണ്? ബ്രിട്ടീഷുകാരും തമ്മിലാണ് അല്ലെ. ഇതിൽ ആരാ വിജയിച്ചത്? ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത് അല്ലെ. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്ക് പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കർണാട്ടിക് എന്ന് പറയുന്നത്. ഈ കർണാട്ടിക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇന്ന് നമ്മുടെ തമിഴ്നാട്ടിലെ ഏതൊക്കെ പ്രദേശങ്ങളുണ്ടോ ഭൂരിപക്ഷം, അതായത് ഒരു 100-ൽ 90% പ്രദേശങ്ങളും, അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കാണ്ട് മക്കളെ. 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങള്, ഡച്ചുകാരുടെ അധിനിവേശ പ്രദേശങ്ങള്, ഫ്രഞ്ചുകാരുടെ നമ്മളിപ്പോ പറഞ്ഞില്ലേ പോണ്ടിച്ചേരി, മാഹിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇനി അടുത്ത് കിട്ടുന്നത് ഇത്. എന്നിട്ട് നിങ്ങൾ ഇത് വന്നിട്ട് ഫില്ല് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഡച്ചുകാരുടെ പറഞ്ഞിട്ടില്ല അല്ലെ. പോർച്ചുഗീസുകാരുടെ നമ്മളിപ്പോ പറഞ്ഞു കൊച്ചി പഠിച്ചു, ഗോവ പഠിച്ചു, ദാമൻ പഠിച്ചു, ദാമൻ ആൻഡ് ദിയു, ഇത് 4 ഇവിടെ പഠിച്ചു. ഇനി ഫ്രഞ്ചുകാരുടെ പോണ്ടിച്ചേരി, മാഹി അത് വരുന്നുള്ളൂ. അത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ മക്കളെ. പോർച്ചുഗീസുകാരുടെ പഠിക്കണേ ഇതാണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോ ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ട് ചോദ്യം വരും കേട്ടോ. പോർച്ചുഗീസുകാരുടെ ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ഫ്രഞ്ചുകാരുടെ പോണ്ടിച്ചേരി, മാഹി നമുക്ക് പഠിക്കാം. കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമുക്കറിയാം. ഇത് അവിടെ ഒരു പോയിന്റ് പഠിച്ചാൽ മതി കേട്ടോ മക്കളെ. ബ്രിട്ടീഷുകാർ 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. 1600 ആണ് കേട്ടോ. പഠിക്കണേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. 1600. നോക്ക് കൂട്ടുകാരെ, നമ്മൾ ഇത്ര നേരം എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇപ്പൊ ഇത്ര നേരം എന്തൊക്കെ നോക്കി? നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇത്ര നേരം ഇന്നതൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഓർത്തെടുക്കാൻ കഴിഞ്ഞോ? നിങ്ങൾ ഇവിടെ പെർഫെക്റ്റ് ആയി കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ. 1498-ല് പോർച്ചുഗീസുകാര് നമ്മുടെ ഇവിടെ കേരളത്തിലെത്തി. വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് എത്തി എന്ന് പറഞ്ഞു. ആ സമയത്ത് കോഴിക്കോട് രാജാവായ സാമൂതിരിമാരായിരുന്നു അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കോഴിക്കോട് സാമൂതിരിയൊന്നും വാസ്കോഡ ഗാമയ്ക്ക് എന്ത് കൊടുത്തില്ല? വ്യാപാരത്തിനുള്ള അനുമതിയൊന്നും കൊടുത്തില്ല. കാരണം അപ്പൊ അവിടെ അറബികളായിരുന്നു വ്യാപാരത്തിന് അനുമതി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഗാമ എന്ത് ചെയ്യാണ്? കണ്ണൂരിലെ കോലത്തിരി രാജാവിന്റെ അടുക്കൽ നിന്നും വ്യാപാര അനുമതി നേടി 60-ലധികം ഇരട്ടി ലാഭത്തോട് കൂടിയിട്ട് കുരുമുളകിലൊക്കെ വിജയം കണ്ട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി എന്നൊക്കെ പറഞ്ഞു. പിന്നെ യൂറോപ്പും ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം തകരാൻ കാരണം 1453-ലെ തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പോർച്ചുഗീസുകാർ നമ്മുടെ ഇന്ത്യയിൽ ചെയ്ത നേട്ടങ്ങളെ കുറിച്ച് അച്ചടി വിദ്യയും ചവിട്ടുനാടകവും മാർഗംകളിയും ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ച് പഠിച്ചു. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധം. അതിൽ ഇംഗ്ലീഷുകാരാണ് വിജയിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കുഞ്ഞാലി മരിക്കാര് 4 പേരുണ്ട് പറഞ്ഞു. കുഞ്ഞാലി 3-മനാണ് ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് എന്ന് പറഞ്ഞു. 4-മനെയാണ് പോർച്ചുഗീസുകാര് ഗോവയിൽ വെച്ച് വധിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു?
പിന്നെ പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാ? കൊച്ചിയാണ്, ഗോവയാണ്, ദാമനാണ്, ദിയോണ് എന്ന് പറഞ്ഞു അല്ലെ. അത്രയും കാര്യങ്ങൾ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് അവിടെ സെറ്റ് ആക്കി വെച്ചു. സോറി, എന്താണ് പോർച്ചുഗീസുകാരെ കുറിച്ച് സെറ്റ് ആക്കി. ഇനി നമുക്ക് ഡച്ചുകാരെ കുറിച്ച് നോക്കാം കേട്ടോ. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ, അതായത് നെതർലാൻഡിൽ നിന്നുള്ളവരായിരുന്നു. മക്കളെ ഇതിലെ എന്താണ് നോക്ക്, ഇത് പുതിയ SCERT ആണ് കേട്ടോ. 2025 ഏതോടെ മാസം? ഇത് ഓഗസ്റ്റ് മാസമാണ് അല്ലെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, 2025 നമുക്കറിയാം ജൂൺ മാസമാണ് അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. പക്ഷെ അടുത്ത് നടന്ന എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ലെസണിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ നെതർലാൻഡ് എന്നുള്ള ഓപ്ഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തവർക്ക് മനസ്സിലാവും. പോർച്ചുഗീസുകാരെ തോന്നി ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ, ഹോളണ്ടിൽ എവിടെയാണ്? നെതർലാൻഡ്. അതായത് ഈ കേരളത്തിലെത്തിയ ഡച്ചുകാർ എവിടെ നിന്നുള്ളവരായിരുന്നു എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. നെതർലാൻഡ് ആണ് കേട്ടോ. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ. മക്കളെ അവിടെ ഒന്ന് പോയിട്ട് ഫില്ല് ചെയ്യാനുണ്ടടാ. ഞാനിപ്പോ പറഞ്ഞില്ലേ, നമ്മള് ഏതൊക്കെയാണ് മക്കളെ പോർച്ചുഗീസുകാരുടെ പഠിക്കണേ, എന്റെ കൂട്ടുകാർ പഠിക്കണേ, തെറ്റല്ലേ. ഏതാണ് പോർച്ചുഗീസുകാരുടെ? ഗോവ, ദാമൻ, ദിയു, കൊച്ചി. ഇനി ഡച്ചുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ ഒന്ന് പഠിച്ചേ. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു കേട്ടോ. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവട ആധിപത്യത്തിനുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഏതാണ് ഓർഡർ നമ്മൾ പഠിക്കുക? PDEF അല്ലേ. ഫസ്റ്റ് പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു. ഇപ്പൊ ആരെത്തി? പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് ഡച്ചുകാർ ഇവിടെ എത്തിയില്ലേ. ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇനി നമുക്ക് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരാണ് അല്ലെ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 നടന്നതാണ് കുളച്ചൽ യുദ്ധം. അതിൽ ആരാ പരാജയപ്പെട്ടത്? ഡച്ചുകാരാണ് പരാജയപ്പെട്ടത് അല്ലെ. 1741 കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ച, കുളച്ചൽ എവിടെയാണ്? കന്യാകുമാരിക്ക് അടുത്താണ് കേട്ടോ. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം. ചോദ്യം വരാം. യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ഏത്? അടുത്ത ക്വസ്റ്റ്യനിൽ പ്രതീക്ഷ. ഞാനിത് അവിടെ സ്റ്റാർ ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇവിടെ സ്റ്റാർ ഇട്ട് വെക്കുകയാണ്. എന്റെ മക്കൾ തന്നെ വന്ന് പറയും, മിസ്സേ ക്വസ്റ്റ്യൻ വന്നു. യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം 1741 കുളച്ചൽ യുദ്ധം. പഠിക്കണം കേട്ടോ. എന്താ നോക്കിയേ, കുളച്ചൽ യുദ്ധ സ്മാരകം. ഇതൊക്കെ ഇത് ഞാൻ ആ ഫസ്റ്റ് സ്ലൈഡിൽ ഒന്ന് ചേർക്കേണ്ടതായിരുന്നു. ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മാനുവൽ കോട്ട നോക്കിയ, മാനുവൽ കോട്ടയുടെ ഒരു ഭാഗം നമ്മള് ഈ മേശ, കസേര, അൽമിറ, ജനല്, ഇതൊക്കെ എന്താണ്? പേന, ഇതൊക്കെ എന്താണ്? പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന പദങ്ങളാണ് കേട്ടോ. അത് പോർച്ചുഗീസ് ഭാഷകളിൽ നിന്നും ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് കേട്ടോ. ഇപ്പൊ നമ്മൾ മേശ, അൽമിറ, ജനൽ എന്നൊക്കെ പറഞ്ഞത് ഒക്കെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് നമുക്ക് ഇത് ലഭിച്ചത്. അതേപോലെ കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവയൊക്കെ കൊണ്ടുവന്നത് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോർച്ചുഗീസുകാരാണ് കേട്ടോ. കശുമാവ്, പറങ്കിമാവ്, വരുന്നൊക്കെ പറങ്കിമാവ്, പപ്പായ, പൈനാപ്പിൾ, പേരയ്ക്ക, 4 പാ വരുന്നതും പോർച്ചുഗീസുകാർ. അതും പാ തന്നെയാണ്. പോർച്ചുഗീസുകാരും പാ എന്ന അക്ഷരം അല്ലേ. അപ്പൊ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ ഒക്കെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ നമ്മളിവിടെ ഡച്ചുകാരെ കുറിച്ച് പഠിച്ചു അല്ലെ. 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. കുളച്ചൽ എവിടെയാണ്? കന്യാകുമാരിക്ക് അടുത്താണ്. ആരാ വിജയിച്ചത്? മാർത്താണ്ഡവർമ്മയാണ്. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് ആദ്യം പരാജയപ്പെടുന്ന യുദ്ധമാണ് ഇത് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഡച്ചുകാരുടെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. പോർച്ചുഗീസുകാരുടെ കൊച്ചി, ഗോവ, ദാമൻ, ദിയോ. മറക്കരുത് ഡച്ചുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ നാഗപട്ടണം. പിന്നെ ഏതാ പറഞ്ഞത്? നാഗപട്ടണം. പിന്നെ ബറോച്ച്, അഹമ്മദാബാദ്, പിന്നെ ചിൻസുര അല്ലെ. ചിൻസുര. ഓക്കെ ആണോ? ഈ വാക്കുകളൊക്കെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്.
നമുക്ക് ഡച്ചുകാരുടെ ഹോർത്തൂസ് മലബാറിക്കസ് നോക്കാം. ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ്. ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 742. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ അടുത്ത നടന്ന എക്സാമിന് സാധാരണ എപ്പോഴും ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുമ്പോൾ വാൻഡ്രീഡ് എന്ന് തരുള്ളൂ. പക്ഷേ ഈ അടുത്ത് നടന്ന എക്സാമിന് ക്വസ്റ്റ്യൻ ഹെൻറിക് വാൻഡ്രീഡ് എന്ന ഓപ്ഷൻ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചതും കൂടിയിട്ടാണ്. 2025 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു ഇല്ലേ? കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത ഓപ്ഷൻ ഹെൻറിക് വാൻഡ്രീഡ്. കാരണം പുതിയ SCRT-ലാണ് ഈ ഹെൻറിക് വാൻഡ്രീഡ് എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകി. രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് മലയാളിയായ ഇ.ടി. അച്യുതൻ. അതേപോലെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ഡോക്ടർ KS മണിലാൽ ഈ അടുത്തിടെ അന്തരിച്ചിട്ടുള്ള. അതേപോലെ ഇ.ടി. അച്യുതൻ നോക്കിക്കേ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇ.ടി. അച്യുതൻ. അപ്പൊ ഇവിടെ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചിട്ട് ഒന്നാമത്തെ പോയിന്റ്, ഡച്ചുകാരുമായുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. പഠിച്ചോ? എത്ര ഔഷധ സസ്യങ്ങളാണ് പരാമർശിക്കുന്നത്? 742 അല്ലെ? 742 ഔഷധ സസ്യങ്ങൾ. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവന ആരായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക്? ഹെൻറിക് വാൻഡ്രീഡ് ആണ്. അതേപോലെ തന്നെ മലയാളികൾ ആരൊക്കെയാണ്? ഏത് വൈദ്യനായിരുന്നു രചനയ്ക്ക് സഹായിച്ചത്? വൈദ്യൻ ഏത് ചോദിച്ചാൽ ഇ.ടി. അച്യുതൻ. മലയാളികൾ ആരൊക്കെയാ? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. 3 ഭട്ടുമാര് അല്ലെ? അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിച്ചോ. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. അതേപോലെ ഇ.ടി. അച്യുതൻ വൈദ്യനെ കുറിച്ച് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇ.ടി. അച്യുതൻ. ഡച്ചുകാരെ കുറിച്ചിട്ട് അടുത്ത് നോക്കാം. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങി. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓർഡർ എപ്പോഴും പഠിച്ചു വെക്കണം. അത് മറക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ PDF എന്ന് പറയും അല്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഇട്ട് കൊടുത്താൽ മതി. ഇംഗ്ലീഷുകാർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. D കഴിഞ്ഞിട്ട് ഒന്ന് പഠിക്കുക. പിന്നെ ഇവിടെ ഫ്രഞ്ചുകാരെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ബ്രിട്ടീഷുകാരും പിന്നെ ആരാ? ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. അത് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്. കർണാട്ടിക് യുദ്ധം വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇതിവിടെ പഠിച്ചു വെക്കുക. ഇനി ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു ഒന്ന് ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി അല്ലേ? ഒന്ന് പോണ്ടിച്ചേരി പഠിച്ചു വെക്കണം കേട്ടോ. ഞാൻ റിപ്പീറ്റേഷൻ പറയുന്നത് അതുകൊണ്ടാണ്. പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി. പിന്നെ യാനം, കാരക്കൽ, മാഹി. 4 പഠിച്ചു വെക്കണം. ഈ 4 ആൾക്കാരും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോർച്ചുഗീസുകാരുടെ കൊച്ചി, ഗോവ, ദാമൻ, ദിയു. പിന്നെ ഡച്ചുകാരുടെ ഏതൊക്കെയാ പഠിച്ചത്? നാഗപട്ടണം, അഹമ്മദാബാദ്. ഇതൊക്കെ നമ്മള് ബറോച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അങ്ങനെ അവിടെ 4 പഠിച്ചു. ഇവിടെ ഫ്രഞ്ചുകാരുടെ പഠിച്ചു, പോർച്ചുഗീസുകാരുടെ പഠിച്ചു. ഓക്കെ ആണോ? ഇനി നമുക്ക് നോക്കാം. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്കവരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. 1639 മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് ദീർഘകാലത്തേക്ക് നൽകിയത് ആരാണ്? ദമർല വെങ്കടാദ്രി നായക്. ഇനി നോക്കിവിടെ
1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപകാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബോംബെ സമാനമായ ഒരു ഉപകാരമായി ലഭിച്ച പ്രദേശം ആർക്കാണ്? ചാൾസ് രണ്ടാമനാണ് കേട്ടോ. പോർച്ചുഗീസ് രാജകുമാരിയായിട്ടുള്ള കാതറിനെ ബ്രിട്ടീഷ് രാജാവായിട്ടുള്ള ചാൾസ് രണ്ടാമൻ വിവാഹം കഴിച്ചപ്പോൾ ഉപകാരമായിട്ട് എന്ത് കൊടുത്തു? ബോംബെ എന്ന പ്രദേശം കൊടുത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. ഇവിടെ 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. നാളെയൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വരും കേട്ടോ. ഏതൊക്കെയാണ്? സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ. സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. വർഷം 1698. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി. കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. നാളെ ചോദ്യം എങ്ങനെ വരാം? കൽക്കട്ട എന്ന പട്ടണം രൂപം കൊണ്ടത് ഏതൊക്കെ നഗരങ്ങൾ ചേർന്നിട്ടാണ്? ഏതൊക്കെ നഗരങ്ങളാണ്? സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ. നോക്കൂ, ഇനി അടുത്തത് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ സ്ഥാപിതമായി പറഞ്ഞു. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിതമായി പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ പോർച്ചുഗീസുകാർ പഠിച്ചു, ഡച്ചുകാർ പഠിച്ചു, ഫ്രഞ്ചുകാർ പഠിച്ചു. ഇനി നമുക്ക് ഇംഗ്ലീഷുകാരെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി അല്ലെ? കാരണം ഞാൻ ഇംഗ്ലീഷുകാരുടെ ലാസ്റ്റ് പറയാൻ കാരണം ഇംഗ്ലീഷുകാരുടെ ഇത്തിരി കൂടുതൽ പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ലാസ്റ്റ് ഇംഗ്ലീഷുകാരുടെ എടുത്തിട്ടത് കേട്ടോ. അപ്പൊ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ഥാപിതമായ സമയത്ത് കമ്പനിയുടെ പ്രതിനിധിയായിട്ടുള്ള ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവടത്താവളം ഫാക്ടറി സ്ഥാപിച്ചു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ കച്ചവട കേന്ദ്രം എവിടെയായിരുന്നു എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഗുജറാത്തിലെ സൂററ്റിലാണ്. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസില്, ബോംബെയില്, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടുന്നു. ആദ്യത്തെ പ്രദേശം എപ്പോഴും പഠിച്ചു വെക്കുക ഗുജറാത്തിലെ സൂറത്താണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പൊ പ്ലാസി യുദ്ധം 1757. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്ത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 ബക്സാർ യുദ്ധം. 1764 ബക്സാർ യുദ്ധം എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജ ഉദ് ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം എന്നിവയുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ബ്രിട്ടീഷുകാര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600. എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. പഠിച്ചല്ലോ. ആരുടെ പ്രതിനിധിയാണ് ആദ്യമായിട്ട് എത്തിയത്? വില്യം ഹോക്കിൻസ് ആണ് അല്ലെ? നമ്മുടെ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരായിരുന്നു? വില്യം ഹോക്കിൻസ് ആണ്. അന്നത്തെ ജഹാംഗീറിന്റെ കയ്യിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിന്റെ അനുമതിയോടുകൂടിയിട്ടാണ് ഗുജറാത്തിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയാണ്? സൂററ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പിന്നീടൊക്കെയാണ് മദ്രാസിലും കൽക്കട്ടയിലും ബോംബെയിലൊക്കെ വന്നത്. പിന്നെ 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 ആരൊക്കെയായിരുന്നു? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ ബ്രിട്ടനിലെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തി? പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 1764 ബക്സാറിൽ വെച്ചിട്ടൊരു യുദ്ധമാണ് ബക്സാർ യുദ്ധം. അതുപ്രകാരം ബീഹാറും ബംഗാളും ഒറീസയും ഒക്കെ എന്താണ്? നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനിക്ക് സ്വന്തമാക്കി. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. ഇതാരുടെ വാക്കാണ്? റോബർട്ട് ക്ലൈവിന്റെ വാക്കാണ് കേട്ടോ. ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന എനിക്ക് 2000 അല്ലെ? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
എന്താണ് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്നു അല്ലെ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്നു ആര്? ചോദ്യം വരും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവൻ റോബർട്ട് ക്ലൈവ് ആണ്. എന്തുകൊണ്ടാണ് 2000 പട്ടാളക്കാരെ തന്നാലും ഇന്ത്യ പിടിച്ചെടുക്കാം എന്ന് ഇത്ര ധൈര്യത്തിൽ പറയാൻ കാരണം? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ അനേക്കല്ലേ, അവിടെ തന്നെ ഒരു സ്വരച്ചേർച്ചയില്ല. ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ അല്ലെ, മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, പിന്നെ എല്ലാ മേഖലയിലും കലാ സാഹിത്യ സാംസ്കാരിക എന്ത് ഗതാഗത ഏത് മേഖലയിലാണെങ്കിലും ബ്രിട്ടീഷുകാർക്കാണ് ഊന്നൽ കൂടുതൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, തോൽപ്പിക്കുക എന്നുള്ളത് അനായാസം സാധ്യമാകുന്ന ഒരു കാര്യമായിരുന്നു. ഇനി നാട്ടുരാജ്യങ്ങൾ കമ്പനിക്കാരും ഇനി ഇതിവിടെ ഒക്കെ നമുക്ക് വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ടൊക്കെ വരുന്ന കൂടുതൽ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഈ ലെസൺ എടുത്തത് കൊണ്ട് അതും കൂടി ഒന്ന് പറഞ്ഞു പോവാണ്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം. ഓക്കെ, ആരൊക്കെയാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം? ആംഗ്ലോ മൈസൂർ യുദ്ധം ആ വാക്കിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് ആരെന്ന് ചോദിച്ചാൽ തെറ്റാൻ പാടില്ല. ആംഗ്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷുകാരാണ്. പിന്നെ ആരാ? മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലി മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻ തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. അങ്ങനെ 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അങ്ങനെ 1792 നമുക്കറിയാം ശ്രീരംഗപട്ടണം ഉടമ്പടി ഇല്ലേ. ആരാണ്? നമ്മുടെ ടിപ്പു സുൽത്താൻ അല്ലെ മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 1799 ഈ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാര് വധിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധം. അത് നമുക്ക് ഇവിടെ എടുക്കാം അല്ലെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ആംഗ്ലോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, മറാത്ത. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലും ആവുകയാണ് ചെയ്തത്. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായിട്ട് അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം, നികുതി പിരിവ്, യുദ്ധങ്ങൾ എന്നിവയൊക്കെ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ആംഗ്ലോ മൈസൂർ യുദ്ധമാണ്. ഇംഗ്ലീഷുകാരും മൈസൂറുകാരും ആണ്. അതിൽ എന്ത് ചെയ്തു? ഹൈദരാലിയൊക്കെ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ 1782 ഹൈദരാലി മരിച്ചു. പിന്നെ ടിപ്പു സുൽത്താനായി. ടിപ്പു സുൽത്താനെ വീണ്ടും 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്രാമത്തെ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 4ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ്. മൊത്തം 4 യുദ്ധങ്ങളാണ് വരുന്നത്. 4ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഏതാണ്? ആംഗ്ലോ മറാത്ത യുദ്ധം നടക്കുന്നുണ്ട്, ആംഗ്ലോ സിഖ് യുദ്ധം നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ബംഗാളും ബീഹാറിലും ഒറീസയിലുമായിട്ടാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. കോൺവാലിസ് പ്രഭുവാണ്. എന്തൊക്കെയായിരുന്നു? ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായിട്ട് നൽകണമായിരുന്നു. അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ബംഗാൾ, ബീഹാർ, ഒറീസയിലാണ്. കോൺവാലിസ് പ്രഭുവാണ് നടപ്പിലാക്കിയ വ്യക്തി. അടുത്തത് റൈറ്റ് വാരി സിസ്റ്റം 1820. അവിടെ 1793. അടുത്തത് 1820 റൈറ്റ് വാരി. ദക്ഷിണേന്ത്യയിലാണ്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലെ ദക്ഷിണേന്ത്യ ഡെക്കാനില് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ് റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. നമ്മുടെ കഴിഞ്ഞ ഓൾഡ് SSCRT ഇത് എടുത്തു പറയുന്നില്ല. തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡിന്റെ കാര്യമൊന്നും റൈറ്റ് വാരിയിൽ പറയുന്നില്ല. ഇവിടെ പഠിച്ചു വെക്കണം കേട്ടോ. തോമസ് മൺട്രോ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് ആണെങ്കിൽ, റൈറ്റ് വാരി തോമസ് മൺട്രോ ആൻഡ് അലക്സാണ്ടർ റീഡ് കർഷകരെ ഭൂ ഉടമകളായിട്ട് പരിഗണിച്ചു. കർഷകരെ എന്ത് ചെയ്തു? ഇവര് ഭൂ ഉടമകളായിട്ട് പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇനി അടുത്തത് 1822 മഹൽവാരി സിസ്റ്റം. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് അല്ലെ. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബില് ഹാർട്ട് മെക്കൻസി ആണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭു ആണെങ്കിൽ, റൈറ്റ് വാരി സമ്പ്രദായം തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും, മഹൽവാരി വ്യവസ്ഥ ഹാർട്ട്
മെക്കൻസി ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുന്നവരുടെ ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പൊ 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അടുത്ത 1820 റേത്തുവാരി. 1822 മഹൽവാരി ഒക്കെയാണോടാ മഹൽവാരി സിസ്റ്റം. ഹോൾട്ട് മെക്കൻസി റേത്തുവാരി മൺട്രോ ആൻഡ് റീഡ് അല്ലെ മൺട്രോ റീഡ് തോമസ് മൺട്രോ ആൻഡ് അലക്സാണ്ടർ റീഡ്. കോൺവാലിസ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ്. ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നമുക്കറിയാം ബ്രിട്ടീഷുകാർ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അല്ലേ. എന്താണ് ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായിട്ട് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പണമിടപാടുകാരിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. കർഷകർ കടക്കെണിയിലായി. എന്തായി ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്ക് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഏതൊക്കെ ഇപ്പൊ കുറെ നിയമവ്യവസ്ഥ നമ്മൾ പഠിച്ചില്ലേ. ആ ഭൂനികുതി സമ്പ്രദായങ്ങളും ഒക്കെ പണമിടപാടുകാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. കർഷകർക്ക് യാതൊരു അനുകൂലവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്ത് കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ കർഷകർക്കെതിരായിട്ടാണ് എന്ത് ചെയ്തത്? പൂർണ്ണമായിട്ടും ഇവര് നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. കൈത്തൊഴിലുകാരെയും ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക്. യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മെഷീനിലാണ് കൂടുതൽ വർക്ക് ചെയ്യുക അല്ലെ. എന്താണ് കർഷകർക്ക് പിന്നെ എന്താണ് കൈത്തൊഴിൽ അവിടെ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകല്, ഭക്ഷ്യ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെടുകയും കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി ചെയ്തു. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയുള്ളൂ. ഞാൻ എന്താണോ പോയിന്റ് പഠിക്കേണ്ടത് അതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചൂഷണത്തിനെതിരെ എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന പോരാട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചു. അങ്ങനെ തുടങ്ങി കലാപങ്ങൾക്ക് തുടക്കമിട്ടു അല്ലെ. സന്യാസിമാരും പോരാളികളായപ്പോൾ നോക്കാം. 1773 ഒരു വേനൽക്കാലം പഠിക്കണം കേട്ടോ. 1773 ബംഗാളിലെ പദചിഹ്നം എന്ന ഗ്രാമം. ഏതാണ് മക്കളെ ഗ്രാമം? പദചിഹ്നം. എവിടെയാണ്? ബംഗാളില്. മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷെ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്ക കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കന്നുകാലികളെ വിറ്റു. കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു. വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയായി. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്ന് വിശപ്പടക്കി. എന്തായിരിക്കില്ലേ അവസ്ഥ? രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതെ വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞു നാറി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠൻ നോവലിൽ കണ്ടോ, നമ്മൾ എപ്പോഴും പഠിക്കും. നമ്മൾ ആകെ ഒന്ന് മാത്രം പഠിക്കും. വന്ദേ മാതരം രചിക്കും ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആസ്പദമായ നോവൽ ആനന്ദമഠ നോവൽ. ആനന്ദമഠ നോവലിൽ പ്രതിപാദിക്കുന്ന വിഷയം സന്യാസി കലാപം. എന്താണ് കണ്ടോ, ഇങ്ങനെ എത്തിച്ചേർന്നപ്പോഴാണ് ഇതിലാണ് ഈ വാക്കുകൾ കിടക്കുന്നത് കേട്ടോ. അപ്പൊ 1773 വർഷം ഒന്ന് ഓർത്തു വെക്കുക. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമ്മൾ ഇതുവരെ വർഷങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെ. ഇത് 1882 എന്നുള്ളത് നമ്മൾ അധികം പഠിച്ചിട്ടില്ല. പക്ഷെ ബംഗാളി ഭാഷ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബംഗാളി ഭാഷ, ആനന്ദമഠം, ഇതൊക്കെ ഒരേ ഇതിൽ കണക്ട് ചെയ്തിട്ട് പോണം കേട്ടോ. ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി, പിന്നെ വന്ദേ മാതരം.
ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയിട്ടുള്ളത്. അപ്പൊ വർഷം 82, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ആനന്ദമഠം എന്ന നോവൽ, ബംഗാളി ഭാഷ. പഠിച്ചല്ലോ. അതിലെ കഥാപാത്രം, ആനന്ദമഠം എന്ന നോവലിലെ കഥാപാത്രം ഭവാനന്ദൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആനന്ദമഠം എന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഭവാനന്ദൻ. കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പഠിച്ചു അല്ലെ. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയുണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപം പിന്നീട് അറിയപ്പെട്ടു. അപ്പോ ആനന്ദമഠം എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന വിഷയം ഏത് എന്ന് ചോദിച്ചാൽ സന്യാസി കലാപമാണ്. അതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഭവാനന്ദൻ. ഭവാനന്ദൻ ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേ മാതരത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ബംഗാളി ഭാഷയിൽ 1882 ആനന്ദമഠം എന്ന നോവൽ പ്രതിപാദിക്കുന്ന വിഷയം സന്യാസി കലാപം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി നോക്കുക, സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഭവാനി പതക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അടുത്തത് സ്റ്റാർ ഇട്ട് വെക്കുന്നു മക്കളെ, സ്റ്റാർ ഇട്ട് വെക്കുന്നു. അടുത്ത റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ഭവാനി പതക് സന്യാസി കലാപത്തിലാണെങ്കിൽ ഭവാനി പതക്കും, മജ്നു ഷാ ഫക്കീർ കലാപത്തിലെ മജ്നു ഷാ, ഭവാനി മജ്നു, ഭവാനി മജ്നു അല്ലെ, ഭവാനി മജ്നു. കൃഷിയിൽ നിന്നും കലാപത്തിലേക്ക്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം കേട്ടോ. നീൽ ദർപ്പൺ നോക്കിക്കേ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ നാടകം. അപ്പൊ ദീനബന്ധു മിത്ര രചിച്ച നാടകം നീൽ ദർപ്പൺ. സ്റ്റാർ ഇട്ട് വെക്കുകയാണ് കേട്ടോ ഞാന്. വെരി ഇമ്പോർട്ടന്റ്. 1860 നാടകമാണ് നീൽ ദർപ്പൺ. ആരാണ്? ദീനബന്ധു മിത്ര. എന്താ പ്രതിപാദ്യ വിഷയം? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. ഇനി നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. 1859. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1859 സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നു, പഠിച്ചോളണം. അതിന് കാരണമായ സാഹചര്യങ്ങൾ: ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. ഏതാണ്? അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. പഠിച്ചു വെച്ചോളണം. ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ബിശ്വാസ്. അപ്പൊ നീലം കലാപത്തിന് തുടക്കം കുറിച്ച നേതാക്കൾ ആരൊക്കെയായിരുന്നു? ആരുടെ നേതൃത്വത്തിലാണ് നീലം കലാപത്തിന്? ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ബിശ്വാസ്. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ച് തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബിപിൻ ചന്ദ്രയുടെ വാക്കുകൾ നോക്കാം. കാടുണർന്നപ്പോൾ ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സന്താളുകൾ പ്രകടിപ്പിച്ചത്. എപ്പോഴാണ്? പിടിക്കപ്പെട്ട് ദണ്ഡന വിധേയരാക്കുക എന്ന് അറിഞ്ഞില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുര വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സന്താളുകൾ മറുപടി നൽകി. അവസാനം വെടിനിർത്തി. കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാനെടുത്ത വൃദ്ധൻ തന്റെ മഴുകൊണ്ട് അയാളെ വെട്ടി വീഴ്ത്തി. ബിപിൻ ചന്ദ്രയുടെ വാക്കുകളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടപ്പോൾ.
18ാം നൂറ്റാണ്ടില് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിപ്പാർത്ത ഗോത്ര ജനവിഭാഗമാണിവർ. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയിട്ടായിരുന്നു നടന്നിരുന്നത്. അതായത് സാന്താൾ ഗോത്ര വിഭാഗത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. രാജ്മഹൽ കുന്ന് 18ാം നൂറ്റാണ്ട് ബംഗാൾ പ്രവിശ്യ. ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി ഭൂമിയുടെ ഗോത്രജനതയുടെ ബന്ധത്തെ കുറിച്ചിട്ട് യാതൊരു ധാരണയുമില്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനത അണിനിരുന്ന 1755 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ വർഷം ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. 1855 സാന്താൾ കലാപം കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ നടത്തിയ സാന്താൾ കലാപം വർഷം 1855. രാജ്മഹൽ കുന്നുകൾ 18ാം നൂറ്റാണ്ട് ബംഗാൾ പ്രവിശ്യ. ഓക്കെ, ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പൊ സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ ആരാണ്? സിദ്ധു ആൻഡ് കൻഹു അല്ലെ. സിദ്ധു ആൻഡ് കൻഹു. ഇവിടെ സിദോവി എന്നിട്ടുണ്ട് അല്ലെ. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. ഇനി ഈ ഗ്രേറ്റ് തുമാലത്ത് നോക്കാം. ഉൽഗുലാൻ അല്ലെ. ഉൽഗുലാൻ എന്താ ഉൽഗുലാൻ? സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്രജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19ാം നൂറ്റാണ്ടിന്റെ ഇപ്പൊ സാന്താൾ കലാപം എന്ന് പറയുമ്പോൾ 18ാം നൂറ്റാണ്ട് ആണെങ്കിൽ ഇവിടെ ഉൽഗുലാൻ 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. ചോദ്യം വരും ട്ടോ. ഉൽഗുലാനുമായി ബന്ധപ്പെട്ടത് ഏത് ചോദിച്ചു? ചിലപ്പോ ഗോത്രവർഗ കലാപം, ചിലപ്പോ നികുതി പിരിവ് എന്നൊക്കെ പറഞ്ഞിട്ട് തരാം. അപ്പൊ അതൊരു ഗോത്രവർഗ കലാപമാണ്. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ 1855 സന്താൾ കലാപം അല്ലെ. 1855 സന്താൾ കലാപം. സിദ്ധു കൻഹു. പിന്നെ അടുത്തത് ഏതാ? ഉൽഗുലാൻ കലാപം. ഉൽഗുലാൻ ആരാണ് നേതാവ്? ആരാണ്? ബിർസ മുണ്ട. ഓക്കെ ആണോ കേട്ടാ? ഈ കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കല്, പണമിടപാടുകളുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. കുച്ചർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ബീൽ കലാപം, ഗാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങൾ. അപ്പൊ ഗോത്ര കലാപങ്ങൾക്ക് ഉദാഹരണമാണ് സാന്താൾ കലാപം, ഉൽഗുലാൻ കലാപം, പിന്നെ ഏതൊക്കെയാണ്? കുറിച്യർ കലാപം, പഹാരിയ, കോൾ പ്രക്ഷോഭം, ബിൽ കലാപം, ഗാസി കലാപം ഒക്കെ എന്താണ്? ഗോത്ര കലാപങ്ങളാണ്. ഓക്കെയാണോ? ഇവിടെ ബിർസ മുണ്ടയുടെ തന്നിട്ടുണ്ട്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസം. ഇതൊക്കെ വരും ക്വസ്റ്റ്യൻ. ജൻജാതീയ ഗൗരവ് ദിവസമായിട്ട് ആചരിക്കുന്ന ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ആണ്. 2021 മുതലാണ് ഇന്ത്യയിൽ ആചരിച്ചു വരുന്നത്. സ്റ്റാർ ഇട്ടെന്ന് വെക്കുന്നുണ്ടേ. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. വെരി ഇമ്പോർട്ടന്റ്. അടുത്ത എക്സാമിന് പ്രതീക്ഷിച്ചോ? ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടുള്ള ഏക ഗോത്ര ജനതാ നേതാവ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ. മഹാശ്വേത ദേവി രചിച്ചതാണ് ആരണ്യർ അധികാർ. അടുത്തത് പോളിഗർ കലാപം നോക്കാം. പാളയം അഥവാ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. കണ്ട, ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവമായ പോളിഗമരെയും ബാധിച്ചു. തിരുനെൽവേലിയിലെ പാഞ്ചാലംകുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗറുമായിരുന്ന മരുതുപാണ്ഡ്യൻ. അപ്പൊ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ആൻഡ് മരുതുപാണ്ഡ്യൻ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധം
അംഗമായിരുന്ന കട്ടബൊമ്മനാണ് ഉണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. ഇനി ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ചിട്ട് നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നോക്കാം. ഒരു മിനിറ്റ്, ആറ്റിങ്ങൽ കലാപം ഇവിടെ നിൽക്കട്ടെ. ഇവിടെ വെല്ലൂർ കലാപത്തെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വെല്ലൂർ കലാപം നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം പറയുമ്പോൾ നമ്മൾ ആറ്റിങ്ങൽ കലാപം പറയുന്നുണ്ട്. ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമാണ് വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുറന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം. അപ്പൊ വെല്ലൂർ കലാപം വർഷം പഠിക്കുക 1806. ഇനി ആറ്റിങ്ങൽ കലാപം നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാലത്തെ സംഘടിത കലാപം. ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ, സംഘടിതം ചോദിച്ചാൽ ആറ്റിങ്ങൽ. ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏതെന്ന് ചോദിച്ചാൽ വെല്ലൂർ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാക്കുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർക്കുകയും നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവെക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ആറ്റിങ്ങൽ കലാപത്തിന് ഇടയാക്കാൻ കാരണം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായിട്ട് ബ്രിട്ടീഷുകാർ സംഘം എത്തിയതാണ്. ഈ സംഘത്തെ വർഗവർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തുകയും കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു. കിട്ടൂർ റാണി ചിന്നമ്മ നോക്കാം. സ്ത്രീ മുന്നേറ്റം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിത കിട്ടൂർ റാണി ചിന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. കർണാടകയിലായിരുന്നു കേട്ടോ. കർണാടകയിലായിരുന്നു അവരുടെ നേതൃത്വം കിട്ടൂർ റാണി ചിന്നമ്മ. അവരെവിടുത്തെ ആളായിരുന്നു? കർണാടകയിലെ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചിന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചിന്നമ്മ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചിന്നമ്മ മരണപ്പെട്ടു. കിട്ടൂർ റാണി ചിന്നമ്മ ഇവിടുത്തെയാണ്, കർണാടകയാണെന്ന് ആക്കിയാട്ടോ. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളെ, അപ്പൊ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ നോക്കുക. കാർഷിക കലാപങ്ങൾ, ജനകീയ കലാപങ്ങൾ, സന്യാസി ഫക്കീർ, സന്താള്, പോളിക്കറ്, കിട്ടൂര്, എന്തൊക്കെ കലാപങ്ങൾ, ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ. നമ്മൾ ഇത്രയും നേരം കുറേ കലാപങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ബിർസ മുണ്ട കലാപം, സാന്താൾ കലാപം, സന്യാസി കലാപം, ബീൽ കലാപം, കുറിച്യർ കലാപം, ആറ്റിങ്ങൽ കലാപം, കുറേ കലാപങ്ങൾ നമ്മൾ പഠിച്ചു. അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാട്ടോ ഇവിടെ. ഇനി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ്. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ചു തുടങ്ങിയത്. കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരികിയ കഠാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിനെ ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശി എറിഞ്ഞത്. കൻവർ സിംഗ് ആണ് കേട്ടോ. ബീഹാറിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് നേതൃത്വം നൽകിയത് അല്ലെ? കൻവർ സിംഗ് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ലാസ്റ്റ് കൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, എന്നാലും അത് ആഡ് ചെയ്ത് തരാണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ ലെസൺ അവിടെ കംപ്ലീറ്റ് ആകുമല്ലോ.
അത്തരം പോരാട്ടങ്ങളെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ 1857 കലാപമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് 1857 കലാപം. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രകൃതർ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കാം? എന്തായിരിക്കാം? ബ്രിട്ടീഷുകാരുടെ നീചമായിട്ടുള്ള ഭരണമായിരുന്നു അല്ലേ? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശവും നിരോധന നിയമം നോക്കാം. സൈനിക സഹായ വ്യവസ്ഥ നോക്കാം. ഇതില് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം പ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. ഇതുപ്രകാരം എന്തൊക്കെയായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയിൽ സബ്സിഡിയറി അലയൻസ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത്? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റിൽ വരും. കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പാക്കാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാം. അടുത്തത് നമുക്ക് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് നോക്കാം. ദത്തവകാശ നിരോധന നിയമം. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാവുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. അപ്പോൾ ഒരു ആൺകുട്ടി ഇപ്പോൾ ഒരാൾക്ക് ഇല്ല എങ്കിൽ, ആൺകുട്ടി ഉണ്ടെങ്കിൽ അനന്തരാവകാശിയായിട്ട് ആൺകുട്ടിനാക്കും. ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? മറ്റുള്ള അവിടെ നിന്നും കുട്ടീനെ എടുത്തിട്ട് ദത്തെടുക്കാനോ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് അത് നിരോധനം ചെയ്യുകയും അവരുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്ഥലങ്ങളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകുകയും ചെയ്തു. അത് കൊണ്ടുവന്നത് ആരാ? ഡൽഹൌസി പ്രഭു. ഈ 2 നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിന്റെ മറ്റൊരു കാരണം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നുവെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യമായിരുന്നു നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിലെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവറും ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരുതരം ഗ്രീസ് ആയിരുന്നു എന്ന് പ്രചാരണം സൈനികർക്കിടയിലുണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ച ബാരക്പൂരിലെ സൈനികരായിരുന്ന മംഗൾ പാണ്ഡെയായിരുന്നു. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. മംഗൾ പാണ്ഡെയാണ്. ഝാൻസി റാണി ലക്ഷ്മിബായി, അതുപോലെ ബഹദൂർ ഷാ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് അവിടുത്തെ രാജാവ് ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ഓക്കെ. അപ്പൊ മംഗൾ പാണ്ഡെ തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നത് സംബന്ധിച്ച് അപ്പൊ ഇവിടെ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, കൻവർ സിംഗ് അതിലെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. ഝാൻസി റാണി ലക്ഷ്മിബായിനെ കുറിച്ചുണ്ട്. ബഹദൂർ ഷാ രണ്ടാമൻ, കൻവർ സിംഗ്, ഇതൊക്കെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ക്ലാസ് അങ്ങനെ കംപ്ലീറ്റ് ആയി കേട്ടോ. അങ്ങനെ 8ാം ക്ലാസ്സിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും ഫസ്റ്റ് ഭാഗം മുഴുവൻ കേരള ഹിസ്റ്ററി ആയിട്ട് വരുന്നതാണ്. ലാസ്റ്റ് ഭാഗമൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക്ക് ഇന്നത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി നമ്മൾ കേരള ഹിസ്റ്ററിയിലേക്ക് കടക്കില്ല. കേരള ഹിസ്റ്ററി ഫുൾ ക്വസ്റ്റ്യൻസിനായിട്ട് എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഇതിന്റെ മൊത്തം ആ കേരള ഹിസ്റ്ററിയുമായി ഇതുവരെ കേരള ഹിസ്റ്ററി ആയിട്ട് എടുത്തത് എല്ലാം കൂടിയിട്ട് SCERT മാത്രം കേട്ടോ. ഒരൊറ്റ ക്ലാസ് ആയിട്ട് എല്ലാം കൂടി ആക്കിയിട്ട് ഒരൊറ്റ ഇതായിട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒരു അരമണിക്കൂർ കണ്ടിട്ട് റിവിഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്തത് നമ്മൾ നാളത്തെ ക്ലാസ് വന്നിട്ട്
ജൂലൈയിലെ കറണ്ട് അഫെയർ തരാം കേട്ടോ. ജൂലൈയിൽ കറണ്ട് അഫെയർ തന്നിട്ട് നമുക്ക് ഓരോ മന്ത്ലി കറണ്ട് അഫെയർ ആയിട്ട് ജൂലൈത്തെ ഫുൾ കറണ്ട് അഫെയർസ് കേരളവും ഇന്ത്യയും ലോകവും സ്പോർട്സും ഒക്കെ കൂടി ഒറ്റ ക്ലാസ്സിലായിട്ട് ഒരു ക്ലാസ് തരാം. അത് കഴിഞ്ഞതും പിറ്റേ ദിവസം തൊട്ടിട്ട് ഭരണഘടന SCERT അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ താഴെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു, ലൈക്ക് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. റിവിഷൻ മസ്റ്റ് ആണ് കേട്ടോ.